അപ്സര ഔട്ടായപ്പോൾ വലിയ വാർത്തകൾ വരുന്നുണ്ട്. അപ്സരയെ അത് ഒരു വിറ്റല്ലേ ചേട്ടാ, അത് ഭയങ്കര കോമഡിയല്ലേ. അപ്സരയെ കറിവേപ്പിലാക്കിയതല്ലേ അല്ലേ? ചേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരു അപ്സരയുടെ ഭർത്താവ് ആൽബി, അദ്ദേഹം ഫാമിലി റൗണ്ടിലേക്ക് പോകുന്നു. ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങേര് തിരിച്ചു വന്നിട്ട് ഒരേ ഷർട്ട് ഇട്ട് ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പെട്ടിയെടുത്തുകൊണ്ട് എറണാകുളത്ത് വന്ന് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ എടുക്കുകയാണ്, ചാനലിനെ വെളുപ്പിക്കാൻ. അഖിൽമാരറിഞ്ഞ് കൊട്ടുന്നു, എന്നെ കൊട്ടുന്നു. കാരണം ഞങ്ങളാണല്ലോ ഷോയ്ക്കൊക്കെ, ഞങ്ങളൊക്കെ വൃത്തിയായിട്ട് അങ്ങ് കൊട്ടിയിട്ട് പുള്ളി എൻ്റെ ഭാര്യനെ ഇപ്പം ഫൈനൽ 3 എടുക്കുമെന്ന് പറഞ്ഞ് ശ്വാസം വിട്ട് വീട്ടിൽ പോരും. എലിമിനേഷൻ അടിച്ച് കൈ കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടു. സ്വസ്ഥം ശാന്തം. ഇത് ആരാണ് ബ്രീഫ് ചെയ്തത് എനിക്കറിയാം. നീ പോയി അങ്ങോട്ട് കൂടെ അവന്മാർക്ക് ബാക്കി നമ്മൾ നോക്കിക്കോളാം. തേച്ചല്ല, രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലിരിക്കാണല്ലോ. പോയി. എന്തിനാ ഔട്ടാക്കി? അപ്സര ഒരിക്കലും ഔട്ടാകേണ്ട ആളല്ല. നമ്മൾ ഷോ കാണുമ്പോൾ ഔട്ടാകേണ്ട ആളല്ല, അതിനും ഔട്ടാകേണ്ട ആളുകൾ അതിനകത്തുണ്ട്. ഉണ്ട്, അതെ. അത് വേറെ പല കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ. അവരെ സംരക്ഷിക്കുകയാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും. എന്നോട് ഇപ്പോൾ ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതറിയോ? ഇപ്പോൾ ഉള്ള ആളുകൾ ഇപ്പോഴും അയാൾ തുടരുന്നുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ഫസ്റ്റ് ഡേ വെളിയിൽ കൊണ്ടുപോയി, പെണ്ണോ പെൺകുട്ടി എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ചോദ്യം, ആദ്യാക്ഷരം എന്താണ്? ചേട്ടാ ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പൊ പേര് പറഞ്ഞു. അല്ല, ആദ്യാക്ഷരം ഞാൻ മുല്ലപ്പൂ. ജാസ്മിനാണ്. അതെ, ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് എന്നോട് പറഞ്ഞവർ. അത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ചാനലിന്റെ ഏറ്റവും, ഈ ചാനലിലെ അല്ലെങ്കിൽ ഷോയുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് പറഞ്ഞത്. ക്രിയേറ്റീവ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 3 പേര് എന്നെ കാണാൻ വരുന്നു. നീ സൂപ്പറായിട്ട് ഗെയിം കളിക്കില്ലേ? അതായത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു കയറി വരുന്നത് അപ്പോഴുള്ള കോൺവെർസേഷൻ ആണിത്. നീ എന്തോ അടിപൊളിയാണ്, നീ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ചതിന് ശേഷം പറയുന്നത്, നീ ആ കോമഡിയും എന്റർടൈൻമെന്റ് ഒക്കെ പിടിച്ചങ്ങ് പോയാൽ നീ അവൾക്ക് ഇതിനെ കളിക്കാൻ പോണേ, നല്ല സൂപ്പറായിട്ട് കളിച്ചോണ്ടിരിക്കുക, നീ അവളെ വിട്, നീ ഫൺ പിടിക്കുക, അത് പിടിക്കുക. അത് എന്നെ ഫൺ കളിക്കാൻ കൊണ്ടുപോകുന്നതാണ് അവർ. അതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് വർക്കാവില്ല. അപ്പൊ ജാസ്മിനെ വെളുപ്പിക്കണമെന്ന് ആഗ്രഹം ഇവർക്കുണ്ട്. അതല്ലേ ചേട്ടാ ഇപ്പം നടക്കുന്നത്. ഞാനത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കുട്ടിയോട് എന്തിനു അസൂയ? ഒരു അതിൻ്റെ ആവശ്യമേ ഇല്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മേഖലയും കുട്ടിയുടെ മേഖലയും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് കുട്ടിയുടെ അസൂയ വരേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ തന്നെ നോക്കൂ, ഈ 2 കൈ വെച്ച് ഗെയിം കളിക്കുന്ന ആളെ വിന്നറാക്കുന്നു, അത് എപ്പിസോഡിൽ മുക്കുന്നു. ഇതിലുണ്ട് എന്താ പറയുക, ടീസറിൽ ഐ മീൻ ലൈക്ക് പ്രൊമോയിലുണ്ട്, എപ്പിസോഡിൽ അത് മുക്കുന്നു. ഇത് തന്നെ വൃത്തിയോടല്ലേ കാണിക്കുന്നത്, പച്ച വൃത്തിയോടല്ലേ കാണിക്കുന്നത്, നാട്ടുകാരെ പറ്റിക്കുമല്ലേ. ഇപ്പോൾ മറ്റൊരു ഓഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് സായിയുമായിട്ടുള്ള ഓഡിയോ, അത് ഞാൻ കേട്ടാ. അതിൽ ദിയാസന ഉണ്ട് കേട്ടോ, അത് പുറത്ത് വിട്ടിട്ടില്ല അവൻ. ദിയാസനയുടെ ഓഡിയോ ഇല്ല. ദിയാസന, സായി, വിവി, ഈ പറഞ്ഞ ജാസ്മിന്റെ അച്ഛൻ, ഇവര് 4 പേരുള്ള കോൺവെർസേഷൻ. അതിൽ ദിയാസനയാണ് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അടുത്ത ഒരു വീഡിയോ ഒരാൾ ചെയ്തപ്പോഴാണ് ഓഡിയോ വന്നത്. ആദ്യം സായിയുടെ വൈഫ് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, തെളിവ് കൊടുത്തു. പിന്നെ സായിയുടെ വൈഫ് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ആ ഓഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുമുണ്ട് ജാസ്മിന്റെ അടുത്ത് പോയി പറയേണ്ട കാര്യങ്ങളും ഗബ്രിയുടെ കാര്യമാണ് പറയുന്നത്. എന്ത് അനാവശ്യമാണ് ആ ഫാദർ പറഞ്ഞേക്കണത്. അതെ അല്ലേ? ഇത് തന്നെയല്ലേ ചേട്ടാ അവർ 2ാമത്തെ ആഴ്ച അകത്ത് വിളിച്ച് പറഞ്ഞ്, ജാസ്മിൻ്റെ അച്ഛൻ വിളിക്കുന്നു, ഹൃദയരോഗത്തിൻ്റെ കാര്യം പറയുന്നു, വെക്കുന്നു. അങ്ങനെ ഹൃദയരോഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്തില്ല? തീർച്ചയായിട്ടും. ബാക്കിയുള്ള എൻ്റെ അച്ഛൻ്റെ 3ാമത്തെ ദിവസം ഗത്യന്തരമില്ലാതെ എൻ്റെ ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് സിബിൻ്റെ അച്ഛന് വയ്യ, അതൊന്നും അവൻ അറിയിക്കണം, എന്നിട്ടും അലോ ചെയ്തില്ല അവർ. എന്നാൽ എനിക്കിത് കിട്ടിയില്ല ആ പ്രിവിലേജ്. പക്ഷേ കുട്ടിക്ക് കിട്ടി. കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് TV യിൽ ഒന്ന് പറഞ്ഞു, മീൻ യൂട്യൂബ് ചാനലിൽ ഒന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗെയിം കളിക്കുന്നത് എന്തിനാ ഈ പ്രിവിലേജ് കൊടുക്കുന്നത്? ആര് വിൻ ചെയ്യണമെന്ന് ആഗ്രഹം? ഇപ്പം നിലവിൽ വിൻ ചെയ്യണം. ഇപ്പം എനിക്ക് അഭിഷേക് ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അഭിഷേക് ശ്രീകുമാർ ജയിക്കണമെന്ന് എനിക്കുണ്ട്. സിജോയും അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. ജിൻഡോയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജിൻഡോ ചേട്ടനെ ഇവർ ജയിപ്പിക്കില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും വെളിയിൽ വന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത്, ജിൻഡോ ജയിക്കുമെന്ന്. ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങി വന്ന എല്ലാവരും ജിൻഡോയുടെ പേരാ പറയുന്നത്. ശ്രീരേഖ ചേച്ചി പറയുന്നു, ശരണ്യ പറയുന്നു, അൻസിബ പറയുന്നു. പക്ഷെ അവർക്ക് സ്ട്രിക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ്. അങ്ങനെ പബ്ലിക്ക് പറയരുത്, ജിൻഡോയുടെ പേര് നിങ്ങൾ പറയരുത്. ജിൻഡോനെ ജയിപ്പിച്ച് എങ്ങനെ ശരിയാവും? ജിൻഡോയ്ക്ക് എന്താ കുഴപ്പം? ഇപ്പൊ ജിൻഡോ കഴിഞ്ഞ ടാസ്കുകളൊക്കെ ജയിച്ചല്ലോ, കണ്ടന്റിൽ അത് എപ്പിസോഡ് ഇല്ല, കാണിക്കുന്നില്ല, തൂക്കി. കാര്യം 24/7 കാണുന്ന എത്ര പേര്? അവർ 20,000 പേര് കാണുമായിരിക്കും. ബാക്കി ജനങ്ങളിലേക്ക് എത്തേണ്ടത് എപ്പിസോഡിലാണ്. അതിൽ മുഖ്യ കട്ട് ചെയ്ത് പോലും ഇടുന്നില്ല, അവർ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ജിൻഡെ ഒരു മനഃപൂർവ്വം ഒതുക്കുന്നു. അവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു അജണ്ട ഉണ്ടായി, ഇന്ന ആൾ ജയിക്കണമെന്ന്, അല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. ജിൻഡോ ചേട്ടന് മരുന്ന് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല, അറിയാവോ നിങ്ങൾക്ക്? ഞാൻ അതിനകത്തുള്ളപ്പോഴും ജിൻഡോ ചേട്ടൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. അത് എന്തിൻ്റെ മരുന്നാണെന്ന്
ജിൻഡോ ചേട്ടനും അറിയില്ല. അപ്പം ജിൻഡോ ചേട്ടൻ ഒരു പെർട്ടിക്കുലർ മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ലാൽ സാറിൻ്റെ എപ്പിസോഡിലാണെന്നത് ലാൽ സാറും പറഞ്ഞു, ജിൻഡോ ഞങ്ങൾ തരുന്ന മരുന്ന് കഴിച്ചാൽ ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ഞങ്ങൾ തരുന്ന മരുന്ന് കഴിക്കൂ. ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാലയളവിലൊക്കെ അദ്ദേഹത്തിൻ്റെ എനർജി നിങ്ങൾ നോക്കിയത്, അദ്ദേഹം വളരെ വീക്കാണ്. അദ്ദേഹം ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത്. അത് എന്തിൻ്റെ മരുന്നായിരിക്കും? എന്തുകൊണ്ട് ഇവർ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല? ഒരു മത്സരാർത്ഥി അത് ചോദിക്കാറില്ല. ഞാനേ ചോദിച്ചുള്ളൂ കേട്ടോ, ഒരു മത്സരാർത്ഥിയും ചോദിക്കാറില്ല. ഇപ്പം ഗബ്രി ഉൾപ്പെടെ, ഗബ്രി ഒരു മരുന്ന് തരട്ടെ, അപ്പോൾ ഒന്ന് ശരിയാവെന്ന് പറയുമ്പോൾ ആ സാർ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് കഴിക്കും. അത് തരുമെന്ന് പറഞ്ഞാൽ കൃത്യമായി വായിക്കാൻ പറ്റാത്ത ഒറ്റ ഗുളികയായിട്ട് കട്ട് ചെയ്തായിരിക്കും തരുന്നത്. അപ്പോൾ പനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് പനിക്കുള്ളത് തന്നെയാണോ പോലും നമുക്കറിയില്ല. ഒരു ഹ്യൂമൻ റൈറ്റാണ്, ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. ഞാൻ കഴിക്കുന്ന മരുന്ന് എന്താണെന്ന് എനിക്കറിയണം, അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എനിക്ക് വേണം. എനിക്കെന്താ പ്രിസ്ക്രിപ്ഷൻ തരാത്ത? ഇവർ തന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എത്ര നാളായിട്ട് ഇവരോട് ചോദിക്കുന്നത്, ഇവരെന്താ തരാത്ത? ജിൻഡോയെ അവർ മനഃപൂർവ്വം ഒതുക്കുവാണ് ബ്രോ.